അപ്പോഴും പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇത് എഴുതിയതിന് ശേഷം പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി കണ്ട് ഞങ്ങൾ ആകെപ്പാടെ ഞങ്ങളങ്ങ് സ്തംഭിച്ച പോലെ ആയിപ്പോയി. പിന്നെ എൻ്റെ മോനൊരു വണ്ടി ആക്സിഡൻ്റൊക്കെ ആയി. അങ്ങനെയൊക്കെ ഒരുപാട് പൈസ ഞങ്ങൾക്ക് ചിലവായി. ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഇനി വേണം. ഇനി നമുക്ക് വാടക വീടെടുക്കാൻ നിവർത്തിയില്ല. എന്താണോ നന്നാവാത്തത്? ഈ പറയുന്ന മന്ത്രി മന്ദിരങ്ങളിലും മാളികളിലൊക്കെ താമസിച്ച് നിങ്ങൾക്ക് താഴെത്തട്ടിലേക്ക് ഇറങ്ങി വന്ന് ഈ പാവപ്പെട്ടവരുടെ ദുഃഖങ്ങളൊക്കെ മനസ്സിലാക്കും. നമസ്കാരം. ഞങ്ങൾ മംഗലാപുരം വാലി കൊണ്ടത്തൊരു ഷീല ചേച്ചിയുടെ വാർത്ത ചെയ്തായിരുന്നു. ഇതേപോലെ ആറ്റുനോറ്റിൽ നിന്ന് 2016 അവർക്ക് 3 സെൻറ്റ് ഭൂമി കിട്ടി. അവരുടെ വീട് വയ്ക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ മൊത്തം വെള്ളക്കുഴിയായിരുന്നു. 2016 മുതൽ 2025 വരെ അവർ ഇതിനു വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല, നടക്കാത്ത വഴികളില്ല. MP രാജേഷ് വരെ കത്ത് മുഖേന അവർക്ക് ഉറപ്പ് കൊടുത്തിട്ട് പോലും ഇതുവരെ ആ ചേച്ചിക്ക് ഭൂമി അനുവദിച്ച് കിട്ടിയിട്ടില്ല. ഇപ്പോഴും വാടക വീട്ടിലാണ്. അതേ ചേച്ചിയുടെ അവസ്ഥയാണ്. ചേച്ചിയുടെ പേര് രേവതി. അതേ ഒരു ചേച്ചിയുടെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ ശാസ്ത്രവട്ടത്തുള്ള മംഗലാപുരം ശാസ്ത്രത്തിലുള്ള രേവതി ചേച്ചി. ഇതൊരു വാടക വീടാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതൊരു വാടക വീടാണ്. ഈ വാടക വീട്ടിലാണ് ചേച്ചി താമസിക്കുന്നത്. ഇന്ന് അകത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. മൊത്തം ചോർന്നൊലിക്കുന്ന വീടാണ്. ഈ ചേച്ചിക്ക് 2016 അതേ ഭൂമി അനുവദിച്ച് കിട്ടി. പക്ഷേ അതേ വെള്ളക്കെട്ടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഭൂമി ഏറ്റെടുത്ത്. കാരണം അവിടെ ലക്ഷങ്ങൾ മുടക്കിയാൽ മാത്രമേ ആ വെള്ളക്കെട്ട് നിർത്താൻ പറ്റൂ. വെള്ളക്കെട്ട് നിർത്തിയാലും പിന്നെയും വെള്ളം കയറും. അങ്ങനെയല്ലേ ചേച്ചി? അങ്ങനെ സംഭവം അങ്ങനെയല്ലേ? എപ്പോഴാണ് ഭൂമി അനുവദിച്ചത്? നമുക്ക് 2015-16 ആ സ്കീമിലാണ് ഞങ്ങൾക്ക് ഈ വസ്തു അനുവദിച്ച് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ അന്ന് ഹോസ്പിറ്റലായിരുന്നിട്ട് ചേച്ചിയുടെ ഭർത്താവിന് വണ്ടി ഇടിച്ച് കിടക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ആശുപത്രിയിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് ഇതിനക്ക് വിളിച്ച് പറഞ്ഞ് മെമ്പർ ഇതിനക്ക് നമുക്ക് 3 സെൻറ്റ് വസ്തു അനുവദിച്ച് ഞങ്ങൾ വന്ന് ഒപ്പിടാൻ വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ച് നല്ല വസ്തുവൊക്കെയാണ്. അപ്പോൾ മെമ്പർ പറഞ്ഞു നല്ല വസ്തുവൊക്കെ തന്നെ, നല്ല തെങ്ങും പടയൊക്കെ ഉള്ള നല്ല വസ്തു തന്നെ. അപ്പം ഞങ്ങളത് വിശ്വസിച്ച് മെമ്പർ നമുക്ക് ഇത്രയും ചെയ്ത മെമ്പർ നമ്മളെ ചതിക്കൂലല്ലോ. ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ ഉറപ്പിനെങ്കിൽ മെമ്പറെങ്കിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അവിടെ സമയം കഴിഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു പിന്നെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ രാവിലെ വന്നാൽ മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ രാവിലെ പ്രമാണം ഒപ്പിടാനായിട്ടാണ് ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ ചെന്നത്. അങ്ങനെ ഒപ്പിട്ട് അപ്പം ഞങ്ങൾ അതിന് മുമ്പേ പറഞ്ഞ് ഞങ്ങൾക്ക് പെരേടം കാണണം, വസ്തു കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് കാണാൻ നമുക്ക് ഇത് എഴുതിയതിന് ശേഷം നമുക്ക് പോയി ഒത്തുപോയി കാണാമെന്ന് പറഞ്ഞു. അതിലും പറ്റിപ്പുണ്ടായിരുന്നു. ഇത് എഴുതിയതിന് ശേഷം പോയി കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും അവസാനമാണ് ഞങ്ങളാണ് ഏറ്റവും അവസാനം വന്ന് എഴുതിയത്. അപ്പോഴും പറഞ്ഞ് ഒരു കാര്യം ചെയ്ത് നമുക്ക് ഇത് എഴുതിയതിന് ശേഷം പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി കണ്ട് ഞങ്ങൾ ആകെപ്പാടെ ഞങ്ങളങ്ങ് സ്തംഭിച്ച പോലെ ആയിപ്പോയി. കാരണം അവർ പറഞ്ഞ വസ്തുവല്ല നമുക്ക് അവസാനം കിട്ടിയത്. അങ്ങനെ അപ്പോഴും തന്നെ എൻ്റെ കൂടെ നിന്ന് ആ ചേച്ചിനെ വിളിച്ച് ആ ചേച്ചിയും ഞാനും കൂടെ ചെന്ന് മെമ്പറിൻ്റെ വീട്ടിൽ പോയി. അപ്പം മെമ്പർ പറഞ്ഞ് മെമ്പർ ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് മെമ്പറും പറഞ്ഞത്. നിങ്ങളുടെ ഒരു കാശ് ചോദിച്ചല്ലേ? അത് പിന്നെ വസ്തുവിന് 50,000 വേണമെന്ന് അവർ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെല്ലാം അത് 50,000 തരാൻ നിവർത്തിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് ഈ വസ്തു വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും അന്ന് എൻ്റെ അമ്മൂമ്മയുടെ ഫോണിൽ അങ്ങോട്ടാണ് അന്ന് വിളിച്ച് പറഞ്ഞ് അത് വേറൊരാൾക്ക് പോയ വസ്തുവാണ്, ഞാൻ ഇതിൽ ഏർപ്പെടുത്തിയത്. കാരണം ഇവർക്കൊരു കയറക്കടക്കട ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതിലാണ് കൊടുത്തത്, ഇല്ലെങ്കിൽ ഞാൻ പൈസ കെട്ടി വെക്കണം എന്ന് പറഞ്ഞതിൻ്റെ മേലിൽ ഞാനും ആ ചേച്ചിയും കൂടെ പോയി ആറ്റിങ്ങിൽ പോയി ഫസ്റ്റിലെ ഞങ്ങൾ ലോൺ എടുക്കുന്നു 25,000 ഫസ്റ്റിലെ ലോൺ എടുത്ത് ഞങ്ങൾ 25,000 ഞങ്ങളെ കയ്യിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ആ പൈസ ഭാഗ്യം പോലെ ഞങ്ങൾ കൊടുത്തില്ല. കാരണം ഈ വസ്തു പിന്നെ പോയി കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ആകെപ്പാടെ ഞങ്ങൾ അടിവിട്ട് ഈ പൈസയും കൊടുത്തെങ്കിൽ ഞങ്ങൾ വെള്ളത്തിലായി പോയേനെ. അങ്ങനെ അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ കയറി ഇറങ്ങി നമ്മൾ മുട്ടാത്ത വാതിലുകളില്ല, മന്ത്രിക്ക് കൊടുത്ത് എല്ലായിടത്തും ഞങ്ങൾ കൊടുത്ത് എല്ലാവരും പറയുന്നത് എല്ലാം പരിഗണിച്ച് തരാമെന്ന്. ഇതുവരെ അതിന് ഒരു തീരുമാനം പോലും ഈ 2025 അത് അവസാനിക്കാറായി. ഇതുവരെ ഒരു തീരുമാനം ഞങ്ങൾ കിട്ടിയില്ല. 10 വർഷമായി. ഭൂമിയില്ല, വാടക വീടാണെങ്കിൽ പോലും ഞാൻ അവിടെ കണ്ടു ചോർന്നൊലിക്കുകയല്ലേ ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കിപ്പോൾ ഒരു ഹെർണിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് കൂലിപ്പണിക്കാരൻ്റെ ഇപ്പോൾ ഒരു ഓട്ടോ എടുത്ത് ഓടുന്നു, കൂലിക്ക് കിടന്ന് ഓടുന്നു. അത് ഓടിയാലും നമുക്കൊന്നും ആവൂല. ഇപ്പം എനിക്കിപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്കും എങ്ങും ജോലിക്ക് പോകാനൊന്നും പറ്റത്തില്ല. കാരണം ഇപ്പം ഈ മഞ്ഞയൊക്കെ വന്നതുകൊണ്ട് എനിക്കും ഇപ്പം എങ്ങും ജോലിക്കൊന്നും പോകാൻ പറ്റൂല. പിന്നെ എൻ്റെ മോനൊരു വണ്ടി ആക്സിഡൻ്റൊക്കെ ആയി. അങ്ങനെയൊക്കെ ഒരുപാട് പൈസ ഞങ്ങൾക്ക് ചിലവായി. ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഇനി വേണം. ഇനി നമുക്ക് വാടക വീടെടുക്കാൻ നിവർത്തിയില്ല. വാടക വീടെടുക്കുമ്പോൾ എല്ലായിടത്തും ചോദിക്കുന്നത് 6,000-7,000 രൂപയൊക്കെയാണ്. ഞങ്ങളെ കൊണ്ട് നിവർത്തിയില്ല. എൻ്റെ ഭർത്താവിന് ഇപ്പോൾ കാല് വെരിക്കോസിൻ്റെ ഇതുകൊണ്ട് നടക്കാനും പോയി. എന്നാലും ഞങ്ങൾ ഈ അവസ്ഥ ഓർത്ത് എൻ്റെ ഭർത്താവിൻ്റെ ഒരൊറ്റ വരുമാനത്തിലാണ് ഞങ്ങൾ കഴിയുന്നത്.
ഞങ്ങൾക്ക് ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ നമുക്ക് നടക്കണം. പഞ്ചായത്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് പഞ്ചായത്ത് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഇനി അവിടെ ചെന്നപ്പോൾ അവർ പറയാം നിങ്ങൾ ഇപ്പോഴും ഇതിനായിട്ട് പഞ്ചായത്തിൽ ചെല്ലേ വേണ്ട. അവിടെ ഞങ്ങൾക്ക് ഒന്നും കിട്ടൂല. 3 പെൺമക്കളുണ്ട്, അവർക്ക് കിടക്കണം. ഈ 7 കൊച്ചുമക്കളെയും കൊണ്ട് ഞങ്ങൾ ചോന്നടിക്കുന്ന വീട്ടിലാണ് ഞങ്ങൾ കിടക്കുന്നത്. ഞങ്ങൾക്ക് കിടക്കാൻ ഇടമില്ല. മഴ പെയ്താൽ പോലും കുഞ്ഞുങ്ങളെ കൊണ്ട് കിടക്കാൻ ഇവിടെ. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് മാറണം. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വീടെടുത്ത് പോകാൻ 20,000 രൂപയ്ക്ക് ഡിപ്പോസിറ്റ് ചോദിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് ഇപ്പം പോകാൻ ഞങ്ങൾക്ക് ഒരു കൊച്ചുങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഇനി റോഡിൽ ഇറങ്ങാനേ ഞങ്ങൾക്ക് നിവർത്തിയുള്ളൂ. സത്യമാണ്, ഞങ്ങളെ കഷ്ടത കൊണ്ടാണ് ഈ വീട്ടിൽ ആ മാമനും ആ ചേച്ചി ഞങ്ങൾക്ക് ഈ വീട് തന്നത്. സത്യമാണ്, അവരെ അമ്മക്ക് ആ സമയത്ത് അവർ ഈ വീട് തന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോയി കിടക്കും? ഞങ്ങൾ എൻ്റെ മക്കളെ കൊണ്ട് കടത്തിനെ പോയി കിടക്കേണ്ടി വന്നേനെ. സത്യം, അവരാ ഒരു മനസ്സലിവ് ഉള്ളതുകൊണ്ട് അവർ ഈ വീട് നമ്മളെടുത്ത് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾ വാടകയൊന്നും തരണ്ട, നിങ്ങൾ വൃത്തിയാക്കി ഇവിടെ കിടക്കാൻ പറഞ്ഞു. ഇപ്പൊ ഇനി ഒട്ടും കിടക്കാൻ പറ്റൂല. മഴ പെയ്തെല്ലാം വെള്ളം ചോരുന്നു, അകത്തൂടെ എല്ലാം വെള്ളം ചോരുന്നു. പിന്നെ മഴയാകുമ്പോ ചുരുട്ടകളെ ശല്യം ഞങ്ങൾ സെപ്റ്റംബർ രാത്രി ഇവിടെ തേളുകളാണ് വന്ന് കിടക്കുന്നത്. രാത്രിയാകുമ്പോ അടിച്ചു കൊല്ലാനേ നേരമുള്ളൂ. പിന്നെ രാത്രിയാകുമ്പോ മണ്ണെണ്ണയൊക്കെ കുടഞ്ഞാണ് ഞങ്ങൾ കിടക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ സുരക്ഷിത ഇല്ല, ഈ വീട്ടിൽ കിടക്കാൻ ഞങ്ങൾക്ക് സുരക്ഷിത ഇല്ല. ഞങ്ങൾക്ക് കുഴപ്പമില്ല, എന്റെ മക്കളെയും കൊണ്ട് ഞങ്ങൾക്ക് ഇനി സുരക്ഷിത ഇല്ല ഈ വീട്ടിൽ കിടക്കാൻ. ഞങ്ങൾക്ക് എവിടെയെങ്കിലും 3 സെന്റ് വസ്തു ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അനുവദിച്ച് കിട്ടണം. ഈ 10 വർഷത്തോളം ഞങ്ങൾ കയറി ഇറങ്ങാത്ത ഇതില്ല. ഇനി എടോ സംസ്ഥാന സർക്കാരെ, എന്താടോ നന്നാവാത്തത്? ഈ പറയുന്ന മന്ത്രി മന്ദിരങ്ങളിലും മാളികളിലൊക്കെ താമസിച്ച് നിങ്ങൾക്ക് താഴെത്തട്ടിലേക്ക് ഇറങ്ങി വന്ന് ഈ പാവപ്പെട്ടവരുടെ ദുഃഖങ്ങളൊക്കെ മനസ്സിലാക്കണം, അവസ്ഥ മനസ്സിലാക്കണം. ഇവർ ആഹാരം കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ പ്രജകളല്ലേ, ഇവരെ വോട്ട് കുത്തിയിട്ടില്ല നിങ്ങളൊക്കെ ജയിച്ചു വരുന്നത്. എല്ലാവരോടും ചോദ്യം സംസ്ഥാന സർക്കാരിനോട് മാത്രമല്ല, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എല്ലാവരും ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ഇപ്പോൾ ഈ നഗരസഭയിൽ നമ്മൾ അവിടെ നിന്ന് കയറി പോകുമ്പോൾ ചുമര് വരെ കഴിഞ്ഞിട്ട് കൈക്കൂലി പോയി. ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. ഈ ഒരു അവസ്ഥ ഇതൊക്കെ കണ്ടിട്ട് പോലും അറിയാൻ ശ്രമിക്കുന്നില്ലേ നിങ്ങളാരും? എന്താ ഫ്ലാറ്റുകൾ കെട്ടിപ്പോക്കുന്നു, പാവങ്ങളെ കാണാൻ ഒരു മനുഷ്യരും ഇല്ല. സർക്കാർ അവർ പഞ്ചായത്ത് എന്ന് പറയാൻ നിങ്ങൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ വിട്ടു. ഞങ്ങളുടെ ഭൂമി ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെ വരും. ഭൂമി ഉണ്ടെങ്കിൽ വീട് വെച്ച് തരാം. ഞങ്ങൾക്ക് ഭൂമി ഇല്ലാതെ, വീട് പോലും ഇല്ലാതെ ഞങ്ങളെ കിടക്കണം. ഞങ്ങൾക്ക് എങ്ങനെ വീട് വെച്ച് തരുന്നത്? ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾക്ക് ഭൂമി ഞങ്ങളെത്താ, പിന്നെയല്ലേ വീട്ടിൽ. അവരതാ ചോദിക്കുന്നത്. ഞങ്ങൾ ഈ 7 കൊച്ചുമക്കളെ 3 പെൺമക്കളായിട്ട് ഈ ചോന്നലിക്കുന്ന വീട്ടിൽ കിടക്കുന്നു. സർക്കാർ ഇവരെ ഭാഗത്ത് നിന്ന് വരെ ഞങ്ങൾക്ക് ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ അർഹതയുള്ള ഞങ്ങളാണ് 3 പെൺമക്കളെ കൊണ്ട് കിടക്കണം. ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, പക്ഷേ ഞങ്ങൾക്കൊന്നും അവർ തരുന്നില്ല. എത്ര പ്രാവശ്യം പഞ്ചായത്ത് കയറി ഇറങ്ങി പോകാനിഞ്ഞ ഒരു സ്ഥലവും ഇല്ല. ഞങ്ങൾ എന്തോ ചെയ്യണം? ഈ 7 മക്കളെ കൊണ്ട് ഞങ്ങളെ എങ്ങോട്ട് വേണം? മൂത്ത മോളെ ഭർത്താവ് കളഞ്ഞിട്ട് ഈ 3 കുഞ്ഞുങ്ങളെ അവർക്ക് അവരുടെ വിദ്യാഭ്യാസങ്ങളൊക്കെ ഞങ്ങൾ അറിയണം. ഈ മക്കളെ കാര്യങ്ങൾ അറിയണം. ഞങ്ങളെവിടെ പോകണം? കണ്ണ് തുറക്കാത്ത സർക്കാരൊന്ന് കണ്ണ് തുറക്കണം. താഴെത്തട്ടിലേക്ക് ഇറങ്ങി വരണം. ജനങ്ങളാണ്, നിങ്ങളെ പ്രജകളാണ്. ഇവർ ഈ അവസ്ഥയിലാണ്. ഒരു പക്ഷേ ഒരു കൂട്ടം ആത്മഹത്യ അടക്കുമ്പോൾ വന്ന് ഒരു എന്താ പറയുക, ഒരു റീത്തൊക്കെ വെച്ച് അന്തിമോപചാരം അർപ്പിച്ചിറങ്ങി പോകും. നമ്മുടെ കേരള ജനത ഏറ്റവും വലിയ ഗുണവും ദോഷവും അതാണ്, മറക്കാനുള്ള കഴിവ്. എന്ത് വലിയ വിഷയം ഉണ്ടായാലും അടുത്ത വിഷയം പറയും, പഴയ വിഷയങ്ങൾ മറക്കും. ഇന്നലെ എന്നെ ഒരു പ്രവാസി വിളിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യമാണ്. കാരണം ഇവരൊക്കെ മുമ്പ് നോർക്കയിലൊക്കെ 7,000 രൂപ വെച്ച് അടച്ചതാണ് ഇവർക്ക് പെൻഷന് വേണ്ടിയിട്ട്. എല്ലാ മാസവും 12-ാം തീയതി കിട്ടുന്ന പെൻഷനായിരുന്നു. ഈ മാസം കഴിഞ്ഞ് 1-ാം തീയതി ഇതുവരെ പെൻഷൻ ലഭിച്ചിട്ടില്ല. അങ്ങോട്ട് അടച്ച കാശാണ്, അതിൻ്റെ പലിശയാണ് കൊടുക്കുന്നത്, അതുപോലും കൊടുത്തിട്ടില്ല. സർക്കാരിന് ഈ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഈ ആൾക്കാരെ കാണുന്ന അന്വേഷിക്കാൻ നിവർത്തിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്ത് പോകണം, അല്ലെങ്കിൽ കഴിവുള്ളവരെ ഏൽപ്പിക്കണം. ഇങ്ങനെയായിട്ട് ദുഃഖിപ്പിക്കരുത് ആൾക്കാരെ. എന്തുമാത്രം കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാനുള്ളത്. അതൊന്നും ചെയ്യാതെ അമേരിക്കയിൽ പോകുന്നു, ലണ്ടനിൽ പോകുന്നു, യൂറോപ്പിൽ പോകുന്നു, റോഡിൽ പൂച്ചെടി വയ്ക്കുന്നു, അലങ്കാര നക്ഷത്രങ്ങൾ സ്ഥാപിക്കുന്നു. ഇതൊന്നും അല്ല വേണ്ടത്. പാവപ്പെട്ട ജനങ്ങൾക്ക് കയറി കിടക്കാനും ഭക്ഷണം കഴിക്കാനും മാർഗ്ഗം ആദ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതായിരിക്കണം വികസനം. വേണ്ടി ക്യാമറ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീകുമാര സൈനിങ് ഓഫ്.